എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ രാത്രിയിലും കർത്താവ് നമ്മെ ഭദ്രമായി പരിപാലിച്ചുവല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. നാം ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും അതിഭയാനകമായ മഴക്കെടുതിയാൽ ജനം വല്ലാതെ പ്രയാസപ്പെടുന്നൊരു സമയം കൂടെയാണിത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ പേര് പൊടുന്നനവേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഉറങ്ങിക്കിടന്നിരുന്ന പലരും പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായിപ്പോയി. അവരുടെ ശവശരീരങ്ങൾ പോലും കണ്ടെടുത്തത് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൊടുവിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും അതിഭയാനകമായ വെള്ളപ്പൊക്കം നേരിടുന്നൊരു സമയമാണല്ലോ ഇത്. ഹൈറേഞ്ച് മേഖലയിലാണെങ്കിൽ മലയിടിച്ചിൽ നിമിത്തം ജനം വല്ലാതെ ഭീതിയിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഇതേപോലെയുള്ളതായ സംഭവങ്ങൾ നാം കണ്ടു. വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്ന ജനം വല്ലാതെ പ്രയാസപ്പെടുന്ന ഈ സമയത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സുരക്ഷിതമായി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസത്തെ വാർത്തകൾ നാം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ പിടയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നേരിടുന്നതായ ദുരന്തങ്ങൾ, അപ്രതീക്ഷിതമായി മരണം പലരെയും പിടികൂടുന്ന സംഭവങ്ങൾ, ഇതെല്ലാം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. വാസ്തവത്തിൽ ഈ വെള്ളപ്പൊക്കത്തിലൂടെ ഉണ്ടാകുന്ന കെടുതികൾ എത്രമാത്രം ഭയാനകമാണ് എന്ന് ഈ ദിവസങ്ങളിൽ നാം നേരിട്ട് കാണുകയാണ്. പല സംഭവങ്ങളും നാം അറിയുമ്പോഴാണ് വെള്ളത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടോ എന്നുള്ളത് നാം അതിശയിച്ചു പോകുന്നത്. വലിയ മലവെള്ളപ്പാച്ചിലിൽ എത്രയോ വലിയ ഒരു പ്രദേശം മുഴുവനോടെയാണ് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു പ്രദേശത്തെ അപ്പാടെ തുടച്ചു നീക്കുവാൻ തക്ക ശക്തിയുള്ളതാണ് ഈ മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുന്നത്. 2004 ഡിസംബർ മാസം 26 സുനാമി ഉണ്ടായത്. ആ സുനാമി അടിച്ചതായ സമയത്ത് ആയിരക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. കന്യാകുമാരിയിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് തിരുവള്ളുവർ പ്രതിമ. വിവേകാനന്ദപ്പാറയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നതായ ആ പ്രതിമയുടെ മുകളിലൂടെയാണ് ഈ രാക്ഷസ തിരമാല കടന്നു വന്നത് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. നോക്കണം, അത്രമാത്രം ഭയാനകമായ ശക്തിയാണ് വാസ്തവത്തിൽ ഈ വെള്ളത്തിനുള്ളത്. കന്യാകുമാരിയുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് സുനാമി എടുത്ത അനേക ആളുകളുടെ ശവശരീരങ്ങൾ കണ്ടെടുത്തത് തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ള കുളച്ചിൽ എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായും വലിയ ശക്തിയാണ്. ഈ വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ചാണല്ലോ വലിയ ടർബൈനുകൾ കറക്കി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. എന്തായിരുന്നാലും ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനം വളരെ വലിയ മഴക്കെടുതിയിലാണ്. എല്ലാ ജലാശയങ്ങളും കവിഞ്ഞിരിക്കുന്നു. തീരപ്രദേശങ്ങളിൽ പാർക്കുന്നവർ വളരെയധികം ഭീതിയിലാണ്. ഏത് സമയത്തും ജലപ്രളയം അവരുടെ വീടിനെ വിഴുങ്ങാം. എനിക്കറിയാവുന്ന പലരും അവരുടെ സാധനങ്ങളൊക്കെ പിറക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഏത് സമയത്തും അവിടുന്ന് മാറുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം. ഇപ്പോഴും മഴ കനക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത് ശക്തി പ്രാപിക്കും എന്നും കേൾക്കുന്നു. എന്തൊക്കെയായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മഴക്കെടുതി മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, ഭാരപ്പെടുത്തുന്ന ഒരവസരമാണ്. ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കാം? ഞാനിത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ്. നാം എല്ലാവരും ഇത് ചിന്തിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്? ഏറ്റവും ഭയാനകമായ വെള്ളപ്പൊക്കം ഉണ്ടായത്, ദ ഗ്രേറ്റ് ഫ്ലഡ് എന്നറിയപ്പെടുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-7 അധ്യായങ്ങളിൽ നാം വായിക്കുന്ന നോഹയുടെ കാലത്തെ ജലപ്രളയമാണ്. ആ ജലപ്രളയത്തിൻ്റെ കാരണം 6-ാം അധ്യായത്തിൽ ആരംഭഭാഗത്തിൽ 3 കാര്യങ്ങളായി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത് 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്നെഴുതിയിരിക്കുന്നു. അതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ദേ ടുക്ക് വൈഫ്സ് ഫോർ ദംസെൽവ്സ് ഓഫ് ഓൾ ഹും ദേ ചോസൺ. അവർക്കിഷ്ടപ്പെട്ട ഏവരെയും അവർ ഭാര്യമാരായി എടുത്തു. രണ്ടാമത്തെ കാരണം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ്: അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ അല്ലെങ്കിൽ ജയൻസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ആവശ്യം? എല്ലാ സമയത്തും മറ്റുള്ളവരുമായി മല്ലുണ്ടാക്കുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അറ്റാക്ക് ചെയ്യുന്ന,
ആ സ്വഭാവമുള്ളവരാണ് മല്ലന്മാർ. അവരുടെ എണ്ണം ഭൂമിയിൽ പെരുകി. മൂന്നാമത്തെ കാരണം 5-ാം വാക്യമാണ്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ഇത് ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: Then the Lord saw that the wickedness of man was great in the earth, and that every intent of the thoughts of his heart was only evil continually. മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളൊക്കെ ദോഷമുള്ളതാണ് എന്ന് യഹോവയായ ദൈവം കണ്ടു. അങ്ങനെ 3 കാരണങ്ങൾ പ്രധാനമായും ദൈവവചനം എടുത്തു പറയുകയാണ്. അത് കാരണമാണ് ഒരു വലിയ ജലപ്രളയം ഉണ്ടാവുകയും ദൈവത്തോട് വിശ്വസ്തനായിരുന്ന നോഹയും കുടുംബവും ഒഴികെയുള്ള സകല മനുഷ്യരും പട്ടുപോകുവാനും ഇടയായി തീർന്നത്. ശാസ്ത്രലോകം ഇതിനെ കാലാവസ്ഥാ വ്യതിയാനമെന്നോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എന്തൊക്കെ ആയിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്: എന്തുകൊണ്ടാണ് ഈ നിലയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രൗദ്രമായിത്തീരുന്നത്? മനുഷ്യജീവൻ എടുക്കുന്ന നിലയിൽ അനേക ആളുകൾ പൊടുന്നനവെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന അതിഭയാനകമായ സ്വഭാവത്തോടുകൂടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്നത്. മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിക്കുന്തോറും അവൻ്റെ ഹൃദയ കാഠിന്യം വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നാം കാണുമ്പോൾ മനുഷ്യൻ എത്രമാത്രം കഠിന ഹൃദയനാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഹൃദയകാഠിന്യത്തിനുള്ള ശിക്ഷയായി നമുക്കിതിനെ കണക്കാക്കുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കേണ്ടുന്നതായ ഒരു കാര്യമുണ്ട്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. 39-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ പലപ്പോഴും മറന്നുപോകുന്നതായ ഒരു കാര്യമാണ്. നിസാരനായ ഈ മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ ഏറ്റവും ശക്തിമാനാണെന്നും അവനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുമൊക്കെയാണ്. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ ശക്തിയെ മറന്നുപോകുന്നു. ദൈവം തൻ്റെ ശക്തിയെ പ്രദർശിപ്പിച്ച് മനുഷ്യനെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടുത്തെ ശക്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഈ പ്രകൃതിക്ഷോഭങ്ങളിലൂടെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. പ്രവാഹങ്ങളെ ഉയർത്തുന്ന വലിയവനായ ദൈവം, സമുദ്രത്തിലെ തിരമാലകളെ ഉയർത്തുന്നവൻ, കൊടുങ്കാറ്റടിപ്പിക്കുന്നവൻ, ജലപ്രളയത്തിലൂടെ അനേക സ്ഥലങ്ങളെ മുക്കിക്കളയുന്നവൻ, ഭൂകമ്പത്തിലൂടെ അനേക സ്ഥലങ്ങളെ പിടിച്ചു കുലുക്കുന്നവൻ, ഭയാനകമായ ഉരുൾപൊട്ടലിലൂടെ അനേക ഇടങ്ങളെ തുടച്ചു നീക്കുന്നവൻ, വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം ഈ നിലയിൽ നമുക്ക് സമ്മാനിക്കുകയാണ്. അതുകൊണ്ട് ഈ ജലപ്രളയം പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അത്യുന്നതനായ ദൈവം എത്രയോ ഉന്നതനാണ്. അവിടുന്ന് മഹാദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. എല്ലാറ്റിൽ നിന്നും നമ്മെ വിടുവിക്കുന്നവനും അവിടുന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലാം. കർത്താവേ, അവിടുന്ന് എത്രയോ ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് സർവശക്തനാണ്, സർവവ്യാപിയാണ്. അവിടുത്തെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. Thy throne is over all the thrones in this world. Thy power is over all the powers of this world. ആ ദൈവത്തിന് മുൻപാകെ ഭയഭക്തി ബഹുമാനങ്ങളോടെ അടുത്ത് ചെന്ന് നാം എത്ര നിസാരനാണെന്നും ദൈവം എത്ര ഉന്നതനാണെന്നും അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസങ്ങൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി അനുഗ്രഹകരമായ സമയം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഴക്കെടുതി മൂലം ആർക്കും അപകടങ്ങളുണ്ടാകാതെ കർത്താവ് എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ജീവനോടെ ഞങ്ങൾ ഇരിക്കുന്നത് അവിടുത്തെ കൃപയാലാണ് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ നാമത്തിന് നന്ദി പറയുന്നു. അവിടുന്ന് എത്രയോ ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് സർവശക്തനായ സർവവ്യാപിയായ ദൈവമാകിയാൽ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ അടുത്തു വരുന്ന കർത്താവേ, ജലപ്രളയ നിമിത്തം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഞങ്ങളുടെ സമശിഷ്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവേ, ഈ പ്രയാസങ്ങളെല്ലാം മാറി അനുകൂലമായ കാലാവസ്ഥ ലഭിച്ച്
എല്ലാവരും സുഖക്ഷേമങ്ങളോടെ ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മലഞ്ചരിവുകളിലും തീരപ്രദേശങ്ങളിലൊക്കെ പാർക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലാവസ്ഥ ആർക്കും പ്രയാസകരമാകാതെ ദോഷകരമാകാതെ അവരെല്ലാം അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ അനുഗ്രഹമാക്കി തരണമേ. സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ സുരക്ഷിതരായിരിക്കാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.